ബ്രേക്കിംഗ് കണ്ടില്ലേ, ഭയങ്കര അഗ്രസീവ് സൈഡിലാണ്. ഇതാണ് അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന 2 മുതൽ. അതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പുക എത്രയോണ്ട് പൊല്യൂട്ടഡ് ആണ് എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു സെൻസറാണ് ആ കണ്ടത് കേട്ടോ. അവൻ ഇടികിട്ടി പഞ്ഞിക്കഴിക്കണു, വണ്ടി തരില്ല എന്ന് പറഞ്ഞു. അതാണ്ടായത്. വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വണ്ടർ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തംബ്നെയിലും അതുപോലെ തന്നെ ടൈറ്റിലും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതാ വണ്ടി എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 350 BS6 മോഡലാണെന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. നമ്മുടെ വൺ ഡ്രൈവ് ഫാമിലിയിൽ ഒരാളുടെ സജഷൻ ആണ് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യണം എന്നുള്ളത്. കുറെ ദിവസം മുന്നേ പറഞ്ഞാണ്, പക്ഷെ അതിനുള്ളൊരു സമയവും സന്ദർഭവും അതുപോലുള്ള പല കാര്യങ്ങളും ഒത്തു വന്നില്ല. അപ്പൊ ഇന്നാണ് അതെല്ലാം ഒത്തു വന്നിരിക്കുന്ന ദിവസം. അപ്പൊ നമ്മളന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലാണ് ആ വണ്ടി ഉള്ളത്. അപ്പൊ നമ്മൾ നേരെ അവിടെ പോകുന്നു, ആ വണ്ടി എടുക്കുന്നു, റിവ്യൂ ചെയ്യുന്നു. ഹരികൃഷ്ണനാണ് നമ്മളത് ഈ ഒരു സജഷൻ പറഞ്ഞത്. എവിടെയെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവും അവന്റെ ആ കമന്റ്. അതിനുശേഷം മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് എൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BS6 നമ്മുടെ ക്ലാസിക് 350 ഒരു റിവ്യൂ ചെയ്യൂ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മൂപ്പർക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആ വണ്ടി ഉണ്ട് എന്നുള്ള സംഭവം അറിയുന്ന തന്നെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. അവന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വീഡിയോ കാണാം. ശരിക്കും പറയാൻ വെച്ചാൽ ബുള്ളറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവൻ്റെ ഇവിടെ. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ചെറിയ കുന്നും ചെറിയ മലയും ചെറിയ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള കാർസും കാര്യങ്ങളല്ലാണ്ട് വേറെ പ്രത്യേകത ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ നാടാണ്. ഈ വ്യൂ കണ്ടോ, ഈ വ്യൂ പോയിന്റ് കണ്ടോ. ഭാരതപ്പുഴ ഏറ്റവും കൂടുതൽ വീതി വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഇത് കുറച്ച് മൊന്തയൊക്കെ പിടിച്ച കാരണം കറക്റ്റായിട്ട് കാണില്ല. എടാ അത് ലേബർ ഡോറല്ലേ? ഉണ്ടായതോ? അതെങ്ങനെ തനി അങ്ങോട്ട് ഉണ്ടാവും അവിടെ? അപ്പൊ ഇതിന് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി റിവ്യൂ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ബൈക്കിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ആ ബൈക്ക്. അങ്ങനെ നമ്മുടെ കൂട്ടുകാരനെ അടിച്ചിടിച്ച് പഞ്ഞിക്കിട്ട് വണ്ടി നമ്മൾ ഒപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അവനത് അവിടെ ആയിരിക്കണുണ്ടോ, പാവം നിൽക്കാൻ പോലും വയ്യാതായിരുന്നു അവിടെ ഇരിക്കുന്നത്. അവന് ഇടികിട്ടി പഞ്ഞിക്കഴിക്കണു, വണ്ടി തരില്ല എന്ന് പറഞ്ഞു. അതാണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BS6 മോഡലാണ്. ക്ലാസിക് 350 ആണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ബ്ലാക്ക് ആണ്, സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്ലാക്ക് ആണ് ഇവിടെ നിൽക്കുന്നത്. സ്റ്റെൽത്ത് ബ്ലാക്ക് ഇപ്പൊ വരും, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ വണ്ടി കണ്ടില്ലേ, ഭയങ്കര ഭംഗിയുണ്ട്. കണ്ടില്ലേ, ഭയങ്കര ലുക്കാണ് കാണാനായിട്ട്. പഴയ പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം. അങ്ങനെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് ഹെലജൻ തന്നെയാണ് നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റിന് ഒരു യൂണിറ്റ് കാണാം. 35 mm സ്പോക്കാണ് വരുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഈ ഒരു സസ്പെൻഷൻ്റെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 130 mm ആണ് ഇതിൻ്റെ ഒരു ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ നല്ലൊരു ട്രാവലാണ്, വളരെ നല്ലൊരു സസ്പെൻഷനാണ്, വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്, വളരെ നല്ലൊരു റൈഡിങ് ക്വാളിറ്റി നമുക്ക് നൽകുന്നുണ്ട്. വളരെ നല്ലൊരു ഹാൻഡ്ലിംഗ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ABS എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഡ്യുവൽ ചാനൽ ABS ആണ്. നിങ്ങൾക്ക് അത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഭയങ്കര വെയിലുണ്ട്, അത് കാരണമാണ് ഡ്യുവൽ ചാനൽ ABS. ഫ്രണ്ടിൽ നമുക്ക് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ABS ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വരുന്ന ഡിസ്കിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 280 mm ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു റിഫ്ലക്ടർ കാണാം. മഡ്ഗാർഡ് എല്ലാം ഒരു മെറ്റലാണ്. അതാണ് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സാധാ ഒരു സ്പോക്സ് ഫീൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത്. 90/90/19 ആണ് നമുക്ക് ടയർ സൈസ് വരുന്നത്. ഇത് നമുക്ക് ട്യൂബ്ഡ് ടയേഴ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, അതിൽ നമുക്ക് ട്യൂബ്ലെസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിന്റെ ഇൻഡിക്കേറ്റർ കാണാം. ഹെലജൻ യൂണിറ്റ് ആണ്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. കണ്ടേ, പെട്ടെന്നൊന്നും തട്ടിയാലും പൊട്ടാത്ത ലെവലിലാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ പറയേണ്ടത്. ഇവിടെ നമുക്കൊരു പാർക്ക് ലൈറ്റ് കാണാം. കണ്ടില്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് നമുക്ക് വരുന്നത്. ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ക്ലാസിക് ലുക്ക് ഉണ്ട്. കണ്ടില്ലേ, റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1901 മുതലുള്ള ഒരു
ക്ലാസിക് ബൈക്ക് മാനുഫാക്ചേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്രാസ് മോട്ടോഴ്സിനെ കൂട്ടുപിടിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഒട്ടേറെ വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സമ്മാനിച്ചാണ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ വാഹനത്തിന്റെ എല്ലാ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലാസിക് ആണെന്നുള്ളതാണ്. ഏറ്റവും കാലപ്പഴക്കമുള്ള ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ് ഇപ്പോഴും. അതുപോലെ തന്നെ പ്രൊഡക്ഷനിലുള്ള ഒരു ബ്രാൻഡാണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് വളരെ ചുരുക്കം 1-2 ബ്രാൻഡ്സ് മാത്രമേ അങ്ങനെയുള്ളൂ. അതിലൊന്നാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടാണ് റോയൽ എൻഫീൽഡിന്റെ കംപ്ലീറ്റ് മാർക്കറ്റ് ഇരിക്കുന്നത്. അതാണ് മറ്റൊരു എടുത്തു പറയേണ്ടത്. ഇവിടെയാണ് ഇതിന്റെ മെയിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. മദ്രാസിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, അതായത് ചെന്നൈയിൽ. അങ്ങനെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ സൈഡ് ലുക്കിലേക്ക് നമുക്ക് വരുമ്പോൾ സൈഡ് ലുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നമുക്ക് വരുന്നത് വന്നിട്ട് 13.5 ലിറ്റർ ആണ് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ഇതിന്റെ ഒരു മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 35 to 37 കിലോമീറ്റർ വരെയാണ് മൈലേജ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിന് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 കിലോമീറ്റർ ആണ് മൈലേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് ഇതിന്റെ ബാറ്ററിയുടെ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ക്ലാസിക് 350 എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ ട്രീറ്റ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു പെയിന്റ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ലൊരു പെയിന്റ് ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയാണ് ഇതിന്റെ ECU വരുന്ന സാധനം, അതായത് ഇലക്ട്രിക് കൺട്രോൾ യൂണിറ്റ്സ് എല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ ഇതിന്റെ എഞ്ചിൻ കാണാം. ഇതൊരു സിംഗിൾ സിലിണ്ടർ 4 വാൾവ് എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. ഭയങ്കര മാസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. കണ്ടില്ലേ, ഭയങ്കര മാസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. 350 cc ആണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ. 346 cc ആണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. 19.1 bhp ആണ് ഇതിൽ വരുന്നത്. 5250 RPM-ലാണ് വരുന്നത്. നമുക്ക് വരുന്ന ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 Nm ആണ് ഇതിന്റെ ടോർക്ക് വരുന്നത്. 4000 RPM-ലാണ് ആ ഒരു ടോർക്ക് വരുന്നത്. നല്ലൊരു പഞ്ചായിട്ടുള്ള ഒരു എഞ്ചിനാണ്. പക്ഷേ ഇതിന്റെ ഓവറോൾ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 195 കിലോനാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അത് നമുക്ക് 90% ഫ്യൂൽ ഉള്ളപ്പോഴുള്ള ഒരു വെയിറ്റ് ആണ് അത്. അപ്പോൾ 100% ആകുമ്പോൾ കുറച്ചുകൂടി കൂടും. പക്ഷേ ഇതിൽ വേറെ പ്രത്യേകത ഉണ്ട്. അത് കാരണം നമുക്ക് ഇതിൽ ഫുൾ ടാങ്ക് ഫ്യൂൽ അടിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു മാറ്റം. ഇവിടെ നമുക്ക് കാർബറേറ്റർ കാണാനില്ല. ഇവിടെ നമുക്ക് വരുന്നത് ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. അത് കാരണമാണ് ഇതിൽ ഫുൾ ടാങ്ക് നമ്മൾക്ക് ഫ്യൂൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ എല്ലാം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ ഒരു കേസ് കാണാം. 110 90 18 ആണ് കേട്ടോ ബാക്കത്തെ ടയർ സൈസ്. ഇതാണ് ബാക്കത്തെ ഡിസ്ക് ബ്രേക്ക് വരുന്നത്. 240 mm ആണ് ഇതിന്റെ ഡിസ്ക് ബ്രേക്ക്. കണ്ടില്ലേ ഡിസ്കിന്റെ സൈസ്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു യൂണിറ്റ് തന്നെയാണ് കേട്ടോ. ഡ്യുവൽ സസ്പെൻഷൻ ആണ് കാണാൻ സാധിക്കുക. ഒരു ഗ്യാസ് ചാർജർ സസ്പെൻഷൻ ആണ്. 5 സ്റ്റെപ്പ് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ അഡ്ജസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഗ്യാസ് ചാർജറിന്റെ യൂണിറ്റ് വരുന്നത്. 80 mm ട്രാവൽ ആണ് ബാക്കത്തെ സസ്പെൻഷൻ വരുന്നത്. റൈഡിംഗ് ക്വാളിറ്റി നല്ലൊരു റൈഡിംഗ് ക്വാളിറ്റി ഉണ്ട്. നല്ല കംഫർട്ട് ആണ് കേട്ടോ ഇതിന്റെ സസ്പെൻഷൻ ബാക്കിലുള്ളതും. നല്ലൊരു ബ്രേക്ക് പെഡലെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കിത് കിക്കർ വരുന്നുണ്ട്. നമ്മുടെ സെൽഫ് മോട്ടർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ഇതാണ്, കാറ്റലിസ്റ്റ് കൺവേർട്ടർ വരുന്നുണ്ട്. നമ്മുടെ BS6 നോംസിലേക്ക് വന്നപ്പോൾ മാറ്റാണ്. പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വരുന്നത്. ഇവിടെ നമുക്കൊരു സാധനം കാണാൻ കണ്ടില്ലേ, ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓക്സിജൻ സെൻസർ ആണ്. കണ്ടില്ലേ, വേറെ ഒന്നുമല്ല, ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പുക എത്രയോണ്ട് പൊല്യൂട്ടഡ് ആണ് എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു സെൻസറാണ് ആ കണ്ടത് കേട്ടോ. ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ സീറ്റ് എല്ലാം കാണാം. നല്ല കുഷ്യൻ്റ് ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് സീറ്റായിട്ട് വരുന്നത് വന്നിട്ട് 800 mm ആണ് സീറ്റായിട്ട് വരുന്നത്. പക്ഷേ ചെറിയ ആൾക്കാർക്ക് വരെ ഇതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റും കേട്ടോ. അതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പില്ലിയൻ സീറ്റ് നമുക്ക് കാണാൻ സാധിക്കുക. സ്പ്ലിറ്റ് സീറ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. അതും മറ്റൊരു കാര്യം തന്നെയാണ്. ക്ലാസിക്കിലേക്ക് വരുമ്പോഴാണ് ആ ഒരു മോഡേൺ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക് വന്നോട് കൂടിയിട്ടാണ് ഏതൊരു കോളേജ് കുമാരൻ്റെയും അല്ലെങ്കിൽ കോളേജ് കുമാരികളുടെ എല്ലാം മനസ്സിന്റെ ഉള്ളിൽ റോയൽ എൻഫീൽഡ് എന്നുള്ള ഒരു ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിക് 350 കാരനാണ്. അങ്ങനെ ബാക്കിലേക്ക് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ലൈറ്റ് കാണാം, 2 ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്വാളിറ്റി എല്ലാം ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടില്ലേ. എല്ലാം ഒരു ഹെൽജൻ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. LED യൂണിറ്റ് ഒന്നും വരുന്നില്ല. ഇവിടെ നമുക്ക് റിഫ്ലക്ടർ കാണാം. ഇവിടെ നമുക്ക് ഇതേപോലെ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. അതൊന്നും ശരിക്കും അത്രയ്ക്ക് വലിയ യൂസ്ഫുൾ അല്ല, ചെറിയൊരു ഗ്രാബ് ഹാൻഡിലാണ്. ഇവിടെയും ചെറിയൊരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. സൈലൻസറിന്റെ ഒരു ലെങ്ത് കണ്ടില്ലേ, ശരിക്കും ഈ ബോഡിന്റെ ആ ഒരു ലാസ്റ്റ് വരെ എത്തി നിൽക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് ഇതിന്റെ സൈലൻസർ കാണാൻ. ഭയങ്കര നീളമാണ് കണ്ടില്ലേ. അങ്ങനെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 135 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എന്ന് കരുതി വല്ലാത്ത ഹമ്പിൽ കൂടെ കരുതി കാണുമ്പോൾ ചെറുതായിട്ട് ഇതിന്റെ സെന്റർ സ്റ്റാൻഡ് താഴെ റബ്ബ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട് കണ്ടില്ലേ. നല്ലൊരു യൂസാണ്. കാരണം വണ്ടിയുടെ വെയിറ്റ് വെച്ചിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് എടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചെറിയ ഹൈറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിടിച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ബാക്കിലേക്ക് എടുക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗിയർ ലിവർ കാണാം. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇതാണ് ഇതിന്റെ ഗിയർ ലിവർ വരുന്നത്. ഇവിടെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് കാണാം. നല്ലൊരു ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാലിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു അങ്ങനത്തെ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ കാണാം. ഇവിടെ നമുക്ക് ഓഡോമീറ്റർ കാണാം. എല്ലാം അനലോഗ് ആണ് വന്നിരിക്കുന്നത്. ക്ലാസിക് ആ ഒരു ടച്ച് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ ആണ്. ഇവിടെ നമുക്ക് ഇഗ്നിഷൻ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ABSന്റെ ഒരു വാർണിംഗിന്റെ ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ കിൽ ബട്ടൺ കാണാം.
ആ ഒരു സൗണ്ട് കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു വണ്ടി നമ്മൾ ഓൺ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് കാണാം. ഇവിടെ നമുക്ക് ഇതേപോലെ ചെറിയൊരു പ്രൊട്ടക്ഷൻ കാണാം. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഹെഡ് ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും കാണാം. പാസ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കാണാം. ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്വിച്ച് കാണാം. ഹോണിൻ്റെ ഒരു സ്വിച്ച് കാണാം. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്. തരക്കേടില്ലാത്തൊരു മിറർ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് മെറ്റൽ ആയത് കാരണം നമുക്ക് ഇൻഷുറൻസിന് വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന 2 മുതൽ കണ്ടില്ലേ. ഈ സൈഡിൽ നമ്മുടെ നോർമൽ ക്ലാസിക് 350 BS6, ഇപ്പുറത്തുള്ളത് നമ്മുടെ സ്റ്റിൽറ്റ് ബ്ലാക്ക് ക്ലാസിക് 350 BS6 മോഡലാണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ബ്ലാക്ക്, നല്ല കളർ, നല്ല പെയിന്റ് ക്വാളിറ്റി. മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെയാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അലുവിയിൽ വരുന്നുണ്ട്. അലുവിയിൽ വരുന്ന ആരാ തന്നെ ടയർ സൈസ് കണ്ടില്ലേ, 90/90 19 ടയർ സൈസ് വരുന്നത്. ഇവിടെയും ആ സെയിം ടയർ സൈസ് തന്നെയാണ് വരുന്നത്. പക്ഷെ രണ്ടും ഡിഫറെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്യൂബ്ലെസ് ആണ്, ഇത് ട്യൂബ് ടയേഴ്സ് ആണ് വരുന്നത്. അതാണ് വേറൊരു പ്രത്യേകത. ഇവിടെ വരുന്നത് 110, 90, 18 ടയർ സൈസ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ടയർ സൈസിന് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. 120, 80, 18 ടയർ സൈസ് വരുന്നത്. അത് കുറച്ചുകൂടി മാസമായിട്ടുള്ളൊരു ടയറാണ്. ബാക്ക് സൈഡിൽ നിന്ന് കറക്റ്റ് അതിന്റെ ഒരു മാസീവ്നെസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സൈലൻസറെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. പെയിന്റ് ക്വാളിറ്റി നല്ല അങ്ങേ ലെവലിൽ പെയിന്റ് ക്വാളിറ്റിയാണ് കാണുമ്പോൾ. ഭയങ്കര നല്ല പെയിന്റ് ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വരുന്ന കാരണം ഇതിന്റെ മുകളിലെല്ലാം ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ വർക്കായിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല സ്ക്രാച്ച് വരും. ബ്ലാക്ക് ആണല്ലോ കളർ, അത് നന്നായി എടുത്ത് കാണിക്കുകയും ചെയ്യും. അത് കാരണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രണ്ടും തമ്മിൽ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,19,000 രൂപയാണ് സ്റ്റെൽത്ത് ബ്ലാക്കിന് വരുന്ന പ്രൈസ്. നമ്മുടെ നോർമൽ ക്ലാസിക് 350 വരുന്ന ബ്ലാക്കിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,93,000 രൂപയാണ്. അതാണ് ഈ രണ്ടും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്കിയുള്ള അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഈ സ്വിച്ചിന്റെ മേലേക്ക് നോക്കുകയാണെങ്കിലും ഇത് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിലൊരു ക്രോം ട്രീറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ഒരു സിൽവർ എലമെന്റ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സസ്പെൻഷൻ മാത്രമാണ് നമുക്ക് സിൽവറിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി അല്ലെങ്കിൽ ക്രോം ആയിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വണ്ടിക്ക് പോയിട്ട് വളരെ അത്യാവശ്യമുണ്ട്. അത് തന്നെ നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ വിടാം കേട്ടോ. ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിൽവറുള്ള ഒരു ക്രാഷ് കാർഡ് എടുക്കണോ ബ്ലാക്കിലുള്ള ക്രാഷ് കാർഡ് എടുക്കണോ എന്ന്. ബ്ലാക്കിലുള്ള ക്രാഷ് കാർഡിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭയങ്കര നല്ലൊരു ലുക്കാണ് ബ്ലാക്ക് ക്രാഷ് കാർഡിന് വരുന്നത്. പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു നോർമലായിട്ടുള്ളൊരു ക്രാഷ് കാർഡാണ്. ഒരു ചെറിയൊരു റോപ്പെല്ലാം ചുറ്റിയിട്ടുള്ളത്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടില്ലേ. ഇനി നമുക്ക് ഇവനെ ഡ്രൈവ് ചെയ്യാം. നമ്മൾ നല്ല ബാഡ് റോഡ് സെക്ഷനിലൂടെയാണ് പോകുന്നത് കേട്ടോ. നല്ല സുഖമുള്ള കംഫേർട്ടുള്ള ഒരു സസ്പെൻഷനാണുള്ളത്. ഇതിൻ്റെ നോയ്സ് ഭയങ്കര നോയ്സാണ് ഈ വണ്ടിയുടെ. ഞാൻ സംസാരിക്കുന്നത് തന്നെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നില്ല, അത്രയും നോയ്സ് ഉണ്ട്. ക്ലച്ച് കുറച്ച് ഹെവിയാണ് കേട്ടോ. ക്ലച്ച് കുറച്ച് ഹെവിയാണ്. ഇവൻ്റെ ബുദ്ധിപൂർവമായ ഒരു കാര്യം കാരണം നമ്മൾ വന്ന വഴി ഇതുവരെ ഉള്ളൂ. അത് കാരണം നമ്മൾ ഇവിടുന്ന് തിരിച്ചു കൊണ്ടായിട്ട് വന്നു. നമുക്ക് തിരിച്ചു മെയിൻ റോഡിലൂടെ കയറി പോവാം. എനിക്ക് BS4 നിന്ന് BS6 വന്നപ്പോൾ ഉള്ളൊരു മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ചലക്കും ചലക്കും എന്നുള്ള സൗണ്ട് അത് ഇതുപോലെ തന്നെ ഇതിൽ വരുന്നുണ്ട്. ആ ഗിയർ കറക്റ്റായിട്ട് ഏതിലാണ് മാറുന്നതെന്നുള്ളത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ റോഡിലുള്ള ഗ്രിപ്പ് എപ്പോഴും റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 കുറച്ച് കൂടുതലാണ്. അത് ഇതിൽ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ഗ്രിപ്പുണ്ട് റോഡിൽ. ബ്രേക്കിംഗ് വളരെ നല്ല ബ്രേക്കിംഗ് ആണ്.
ശരിക്കും നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. നല്ല ബൈറ്റ് ഉണ്ട് ബാക്കിനും, അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിനും നല്ല ബൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിയാണ്. നല്ല സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഭയങ്കര നല്ല സ്റ്റെബിലിറ്റിയാണ്. ബ്രേക്കിംഗ് ഇപ്പോൾ നല്ല ബ്രേക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. നല്ല ബൈറ്റ് ഉണ്ട് ഇതിൻ്റെ ബ്രേക്കിന്. നല്ല അഗ്രസീവ് സൈഡിലാണ്. ശരിക്കും നമ്മളിപ്പോൾ നോക്കി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോന്തെ നമുക്ക് നിലത്ത് വീഴും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ബാലൻസിങ് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. ഇനി ഒന്ന് അത്യാവശ്യം ഒന്ന് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലും ഒട്ടും മോശമല്ല. പക്ഷെ ആദ്യത്തെ പോലുള്ള ഒരു ഇത് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഒരു പഞ്ച് എക്സിലേറ്റർ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഒരു കുതിക്കലുണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക്. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ എക്സിലേറ്റർ ചെയ്ത് വിടുമ്പോൾ ആ ഒരു കുതിപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല കംഫർട്ട് ഉണ്ട്. എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ട പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ നമ്മൾ ടോപ്പിലാണ് പോകുന്നത്. ഒരു 60 km/h നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കംഫർട്ട് ഉണ്ട് ഈ ഒരു റേഞ്ചിൽ കേട്ടോ. നല്ല രസമുണ്ട് ഓടിക്കാൻ. വൈബ്രേഷൻ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഒരു 70-ലേക്കൊക്കെ കയറുമ്പോൾ 60-70 ഇതിന് മേലേക്ക് പോകരുത്. അതാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് സോൺ. വണ്ടീനെ പറ്റി പറയാനുള്ളത്, ബ്രേക്കിംഗ് ഉണ്ടല്ലേ, ഭയങ്കര അഗ്രസീവ് സൈഡിലാണ് ബ്രേക്കിംഗ് ഉള്ളത് കേട്ടോ. ഇങ്ങനെ പോയിട്ട് നമ്മൾ എക്സിലേറ്റർ ഡൗൺ ചെയ്യുമ്പോൾ പണ്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുതിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു കുതിപ്പിനെല്ലാം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വണ്ടിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.